നമസ്കാരം എല്ലാവർക്കും. ഞാൻ ഡോക്ടർ സുനിൽകുമാർ. ഹിപ്നോട്ടിസം പരിശീലനം വിവിധ ജില്ലകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹിപ്നോട്ടിസം പരിശീലനത്തിൻ്റെ ഒരു സവിശേഷത, വ്യത്യസ്ത ജില്ലകളിൽ ഈ ഹിപ്നോട്ടിസം പരിശീലനം നടക്കുമ്പോൾ വ്യത്യസ്ത അനുഭവങ്ങളാണ് അതിൽ പങ്കുകൊള്ളുന്നവർക്ക് ലഭിക്കുന്നത്. ഹിപ്നോട്ടിസത്തിലൂടെ നമുക്ക് സാധ്യമാകുന്നത് തന്നെ അനിതര സാധാരണമായ ചില നേട്ടങ്ങളാണ്. ഹിപ്നോട്ടിസം ചെയ്യുന്ന ആൾ പോലും പ്രതീക്ഷിക്കാത്ത ഔട്ട്കംസ് ആണ് പലപ്പോഴും ലഭിക്കുക. ഇപ്പോൾ പഠിക്കാൻ വരുന്നവരുടെ മനസ്സിൻ്റെ സ്വയം പരിവർത്തനം, അവരുടെ ശാക്തീകരണം, സാന്ദ്രീകരണം ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പഠിച്ചതിന് ശേഷം പലപ്പോഴും ഈ ഹിപ്നോട്ടിസത്തിൻ്റെ ശരിയായ മാർഗം അവലംബിച്ച് പലയിടത്തും പ്രാക്ടീസ് ചെയ്യുന്നവർ അവരുടെ അനുഭവങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് മനസ്സിലാക്കുന്നത് അത്ഭുതാവഹമായ മാറ്റങ്ങളാണ് വ്യക്തികളിൽ ഉണ്ടാക്കാൻ പറ്റും. മാനസികമായി ആകെ തകർന്നിരിക്കുന്ന ചില വ്യക്തികളെ ഉണർത്തിക്കൊണ്ടുവരുവാൻ, അതുപോലെ സൈക്കോസൊമാറ്റിക് ഡിസോർഡർ എന്ന വിധത്തിൽ മാനസികമായ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ചെറിയ ചില ശാരീരിക പ്രശ്നങ്ങളെ മാറ്റുവാനും ഒക്കെ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ പരിശീലനത്തിലൂടെ സാധിക്കുന്നത് അനിതര സാധാരണമായ ചില കഴിവുകൾ ഹിപ്നോസിസിനെ വ്യത്യസ്ത രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. സൈക്കോസൊമാറ്റിക് ഡിസോർഡർ, സൈക്കോളജിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ശാരീരികമായ ചില പ്രശ്നങ്ങളിലേക്ക് നയിക്കപ്പെടാം. അത് നമുക്ക് ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഈ പഠിച്ചു പോയവരുടെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സെൽഫ് ഹിപ്നോസിസാണ്. സ്വന്തം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അവനവനെ തന്നെ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന രീതി. അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. ബിസിനസ്സിൽ കൂടുതൽ പുരോഗതി നേടാൻ വേണ്ടി അവരുടെ മനസ്സിനെ സജ്ജമാക്കുക, അവരുടെ പ്രവർത്തന മേഖലകളെ കുറേ കൂടി ഉന്മേഷമുള്ളതാക്കി മാറ്റുക, അതിനൊക്കെ ഈ ഹിപ്നോസിസ് വഴിയൊരുക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. പഠിച്ചു പോയവർ അത് ഉപയോഗിക്കുന്നു. അവിടെ സ്വന്തം മാനസിക പ്രശ്നങ്ങളെ മാറ്റുവാൻ സെൽഫ് ഹിപ്നോസിസ് ഉപയോഗിക്കുമ്പോൾ ചില വേദികളിലൊക്കെ ക്ലാസ്സുകൾ അവതരിപ്പിക്കുന്നവരും അല്ലെങ്കിൽ കുടുംബ സദസ്സുകളിലൊക്കെ പങ്കെടുക്കുന്നവർ മാസ് ഹിപ്നോട്ടിസത്തെ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നു എന്നറിഞ്ഞതിലും സന്തോഷം. ഇതിൻ്റെ അത്ഭുതകരമായൊരു കാര്യം, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ പോലും പൂർവ്വജന്മത്തിലേക്ക് വരെ നമുക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ്. പൂർവ്വജന്മ സ്മൃതികളുള്ളവർ കൃത്യമായൊരു ചിത്രം തരുന്നുണ്ട്. ഇവിടെ എൻ്റെ ഓഫീസിൽ വരുന്നവർ പോലും ചിലപ്പോൾ പൂർവ്വജന്മങ്ങളിലേക്ക് വഴുതി പോകാറുണ്ട്. ആ പൂർവ്വജന്മത്തിൻ്റെ കാര്യങ്ങൾ ഓരോന്നായി പറയുമ്പോൾ ശാസ്ത്രീയ അടിത്തറയുണ്ടെന്ന് ഇപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും പക്ഷെ വ്യക്തമായൊരു ചിത്രം അവർക്ക് തരാൻ പറ്റുന്നുണ്ട്. ഒരു പക്ഷേ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ചിന്തകളായിരിക്കാം, പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്. അത് അവർ പറയുന്നുണ്ട്, അവരിലതുണ്ട്. അതുപോലെ നമുക്ക് ഏജ് റിഗ്രഷൻ, പ്രായം കുറച്ച് കൊണ്ടുവരുന്ന ഏജ് റിഗ്രഷൻ, കാരണം കുറേ നാളുകൾക്ക് മുന്നേ, ഇപ്പോഴത്തെ ഏജിലല്ല, കുറേ നാളുകൾക്ക് മുന്നേ സംഭവിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ട്രോമയായിരിക്കും അവരുടെ മനസ്സിൽ കിടക്കുക. അപ്പോൾ ഈ ട്രോമയെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ആ ഏജിലേക്ക് പോകണം അതിന് വേണ്ടി. അതിനാണ് ഏജ് റിഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിലൂടെ നമ്മൾ അവരുടെ പ്രായം കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യും. എന്നിട്ട് അവിടെ എത്തിയിട്ട് ആ ട്രോമ കറക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇനി അവിടെ ഏതെങ്കിലും സുന്ദരമായ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നതെന്ന് വെച്ചോ, ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് നിരാശയുമാണ്. അപ്പോൾ നമ്മൾ ആ സുന്ദരമായ കാലഘട്ടത്തിൽ സന്തോഷത്തെ ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ പല മേഖലകളിലും തളർന്നിരിക്കുന്ന വ്യക്തികളെ ഉണർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന വലിയൊരു ആയുധമാണിത്. നമ്മൾ ഈ ലെവലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു പ്രധാന കാര്യം ഈ ഡ്രീം അനാലിസിസ് എന്ന് പറയുമ്പോൾ സൈക്കോളജിസ്റ്റുകൾ ഓൾറെഡി സിഗ്മണ്ട് ഫ്രോയിഡും കാൾ യുങ്ങും തിരിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ തന്നെയുണ്ട്. സ്വപ്നങ്ങളെ കാറ്റഗറൈസ് ചെയ്തിട്ട് അതിൻ്റെ അനാലിസിസ് നടത്തിയിട്ട് ചില ആവർത്തിച്ച് കാണുന്ന സ്വപ്നങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ വരാൻ പോകുന്ന ചില കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, ഈ സ്വപ്നങ്ങളെ അനലൈസ് ചെയ്യുന്നവർ ചിലപ്പോൾ അത് പഴയ കാലഘട്ടത്തിലുണ്ടായ സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചിന്തകൾ മാത്രമാവാം. പക്ഷെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിതവുമായി ബന്ധമില്ലാത്ത ചില കാര്യങ്ങൾ സ്വപ്നത്തിലേക്ക് കടന്നു വരാം. അവിടെയാണ് ഈ പാസ്റ്റ് ലൈഫിൽ വിശ്വസിക്കുന്നവർ പറയുന്നത് ആ കാലഘട്ടത്തിലുണ്ടായ ട്രോമകളാവാം, ആ കാലഘട്ടത്തിലുള്ള റിപ്രസ്ഡ് ആയിട്ടുള്ള ചില സംഭവങ്ങളായിരിക്കാം ഇപ്പോൾ സ്വപ്നങ്ങളായി വരുന്നത്. അതിനവർ ജസ്റ്റിഫൈ ചെയ്യുന്നത് കുട്ടികൾ സ്വപ്നം കാണുന്നതും കൂടുതൽ അനുഭവങ്ങളില്ലാത്തവരും ചില കാര്യങ്ങൾ സ്വപ്നങ്ങൾ കാണുന്നതും അതൊക്കെയാണ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായി പറയും.
അതിൻ്റെ ശാസ്ത്രീയത എന്തുമാവട്ടെ, സ്വപ്ന വിശകലനത്തിൻ്റെ ഒരു പാത നമുക്ക് ഹിപ്നോസിസിലൂടെ അത് കൃത്യമായി പഠിക്കുന്നു. ആവർത്തിച്ച് കാണുന്ന സ്വപ്നങ്ങളിൽ നിന്ന് ചില മോചനം വേണം. ഭീകരമായ സ്വപ്നങ്ങളൊക്കെ ആണെങ്കിൽ മോചനം വേണമെങ്കിൽ അവിടെ നമുക്ക് ഹിപ്നോസിസ് ഉപയോഗിക്കാം. നല്ല സ്വപ്നങ്ങളാണെങ്കിൽ അതിനെ താലോലിച്ചു കൊണ്ടുവരും നമ്മുടെ ജീവിതത്തിലെ മറ്റുള്ള കാര്യങ്ങളിലേക്കും അതിൻ്റെ സന്തോഷത്തെ പ്രസരിപ്പിക്കാം. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു നേട്ടം. പിന്നെ നമ്മൾ ഈ ലെവലിൽ ഇവിടെ അവതരിപ്പിക്കുന്നത് ഏജ് റിഗ്രഷൻ. ഞാൻ പറഞ്ഞു നമ്മളുടെ മുൻകാലത്ത് സംഭവിച്ചിട്ടുള്ള പല പല കാര്യങ്ങളുണ്ട്. നല്ല കാര്യങ്ങളാവാം, മോശം കാര്യങ്ങളാവാം. ഇപ്പോൾ ഏജ് കുറച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് ഏറ്റവും സുന്ദരമായ കാലഘട്ടത്തെക്കുറിച്ച് ഓർത്തിട്ട് അത് ഉപബോധ മനസ്സിലൂടെ അവരെ കൊണ്ടുപോകണം. അതിന് സമയമെടുത്ത് ചെയ്യുന്ന പ്രക്രിയ അത് നിങ്ങളെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഏജ് റിഗ്രഷൻ നടത്തി അവിടെ എത്തിയിട്ട് അവിടെയുള്ള നല്ല കാര്യമാണെങ്കിൽ അതിനെ കോപ്പി പേസ്റ്റ് ചെയ്തിങ്ങോട്ട് കൊണ്ടുവരാം. മോശമായ ഒരു സംഭവമാണെങ്കിൽ ആ ട്രോമയെ നമുക്ക് തിരുത്തിയിട്ട് ആ വ്യക്തിയെ ഈ ഏജിലേക്ക് കൊണ്ടുവരാം. പിന്നെ കൂടുതൽ ഡീപ്പണിങ് ടെക്നിക്സ് നമുക്ക് പഠിക്കാൻ. കൂടുതൽ ഡീപ്പണിങ് ടെക്നിക്സിൽ നമ്മുടെ ശരീരത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ വരെ നമുക്ക് സെൻസ് ചെയ്യാം. അതിനായിട്ട് ഈ പൾസ് ഓക്സിമീറ്റർ പോലുള്ള ഉപകരണങ്ങൾ നമുക്ക് ഘടിപ്പിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ഓക്സിജൻ ലെവല്, ബ്രീത്തിങ് ലെവല്, ഇതെല്ലാം നിങ്ങളവിടെ പ്രാക്ടിക്കലായിട്ട് ചെയ്തിട്ടാണ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ശരീരത്തിൽ ചില ആളുകൾക്കെങ്കിലും ചില സന്ദർഭങ്ങളിൽ ദുർബലമായ മനസ്സിൻ്റെ സവിശേഷത കൊണ്ടോ സൈക്കോളജിക്കൽ ഡെലൂഷൻസ് കൊണ്ടോ എന്തുമാവട്ടെ ബാധ കയറിയതുപോലെ, വേറെ ഏതെങ്കിലും നെഗറ്റീവ് ശക്തി കയറിയതുപോലെ ഇടയ്ക്കിടയ്ക്ക് അവർ മാറി സംസാരിക്കുക, അന്യഭാഷ തന്നെ സംസാരിച്ചു കളയും, അല്ലെങ്കിൽ വേറൊരാളെ പോലെ പെരുമാറും, മരിച്ചുപോയ ഒരാളെ പോലെ പെരുമാറുക. ഇതിനെയൊക്കെ സൈക്കോളജിയിൽ കൃത്യമായ നിർവചനം കൊടുത്തിട്ടുണ്ട്. എന്തുമാവട്ടെ അത് ബാധ അല്ലെങ്കിൽ പ്രേതബാധ എന്നൊക്കെ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ അതിനെ നമുക്ക് ശാസ്ത്രീയമായി സൈക്കോളജിക്കൽ ബേസിൽ അല്ലെങ്കിൽ ഹിപ്നോട്ടിസത്തിലൂടെ ആ ധാരണയെ മാറ്റിയെടുക്കാൻ ഒരു പരിധിവരെ നമുക്ക് കഴിയുമെന്നുള്ളതാണ് അവസ്ഥ. അതും ഈ ലെവലിൽ നമ്മൾ കേസ് സ്റ്റഡി നടത്തുന്നുണ്ട്. കൃത്യമായി നിങ്ങൾക്കത് അനുഭവിച്ചറിയാൻ പറ്റും, ചെയ്തു നോക്കാൻ. അപ്പോൾ അതിനായി നമ്മൾ റോൾ പ്ലേയൊക്കെ സംഘടിപ്പിക്കും. മറ്റൊരു കാര്യം, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഏറ്റവും സുന്ദരമായ ഒരു നിയമം. അത് ചിലർ പറയും സ്യൂഡോ സയൻസ് ആണെന്ന് പറയും. എങ്കിൽ പോലും നമ്മൾ മാനിഫെസ്റ്റേഷൻ നടത്തി നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, നല്ലത് പറയുകയൊക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് റിസൾട്ടായി കിട്ടും എന്നുള്ളത് ഹിപ്നോസിസിലൂടെ എങ്ങനെയാണ് ഈ മാനിഫെസ്റ്റേഷൻ പ്രക്രിയ സാധ്യമാകുന്നത്. ഹിപ്നോസിസിൻ്റെ മേഖലയിലൂടെ പോയി അവരെ ട്രാൻസ്ലേറ്റ് കൊണ്ടുപോയിട്ട് മാനിഫെസ്റ്റേഷൻ കൊടുക്കുക. അത് ഇവിടെ വെച്ച് നിങ്ങൾക്ക് മാസ് ഹിപ്നോസിസിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്രൂപ്പായിട്ട് നിർത്തിക്കൊണ്ട് എംപവർ ചെയ്യുന്ന വളരെ ക്വിക്കായിട്ട് ചില ഇൻഡക്ഷൻസ് നൽകി അത് നിങ്ങളെ ശാക്തീകരിക്കുന്ന പ്രക്രിയ, അത് നമ്മുടെ ശരീരത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ആ വിധത്തിൽ കൊണ്ടുവരാൻ പറ്റും. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടാതെ മെല്ലെ 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 പോകുന്ന പ്രക്രിയകളും ചെയ്യുന്നു. ഈവൻ നമ്മുടെ ശരീരത്തിൻ്റെ ബലമുണ്ട്, ഈ ഫിസിക്കൽ സ്ട്രെങ്ത് അതിങ്ങനെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും കറക്റ്റ് ഇൻഡക്ഷനിലൂടെ പോകും. ഇപ്പോൾ പല ക്ലാസ്സുകളിൽ ഞാൻ ലെവൽ 1 ക്ലാസ്സിൽ തന്നെ പലയിടത്തും അവതരിപ്പിച്ചപ്പോൾ ആ വിധത്തിലുള്ള ചേഞ്ചുകൾ നമുക്ക് പലരിലും കാണാൻ കഴിയും. പലരിലും ഉണ്ടാക്കുന്ന അവിസ്മരണീയമായ അത്ഭുതകരമായ മാറ്റങ്ങൾ ഹിപ്നോസിസിൻ്റെ സാധ്യതകളെ വീണ്ടും വീണ്ടും കൂട്ടുകയാണ്. അപ്പോൾ മെഡിസിനിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. മെഡിസിൻ ഉപയോഗിക്കാതെ തന്നെ ഇത് ഒരു പരിധിവരെ നമുക്ക് കൊണ്ടുപോകാം. എന്നാൽ മെഡിക്കൽ സൈഡിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്, സ്പോർട്സ് രംഗത്ത് ഇത് ഉപയോഗിക്കുന്നുണ്ട്, ബിസിനസ് രംഗത്ത് പുരോഗതി നേടുവാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും മനസ്സിനെ എക്വിപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ശാസ്ത്രീയമായ അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായ ഒരു ടൂള് തന്നെയാണ് ഹിപ്നോസിസ്. ഈ ലെവലിലേക്ക് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നിങ്ങളെല്ലാവരും ആ ക്ലാസ്സിലൂടെ വരുമ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ള 2 ദിനങ്ങളായിരിക്കും എന്നതിൽ തർക്കം. പിന്നെ ഇതുവരെ പഠിച്ചതൊക്കെ ആവർത്തിച്ച് ചെയ്തു നോക്കണം എന്നുള്ളതാണ്. ഇത് കൂടാതെ റാപ്പിഡ് ഹിപ്നോസിസ്, നമുക്ക് പെട്ടെന്ന് ഒരാളെ ഹിപ്നോസിസിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതിനുള്ള കുറേ സ്റ്റെപ്സ്, ഒത്തിരി സ്റ്റെപ്സ് ഉണ്ട്. അതിൽ ഏതാനും സ്റ്റെപ്പുകൾ നമ്മളിവിടെ ഈ ക്ലാസ്സിൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഒരിക്കലും ഹിപ്നോസിസിനെ വഴിയരികിൽ കാണിക്കുന്ന ഒരു തമാശ കളിയായിട്ട് കാണാൻ, അതിൻ്റെ ഒരു തെറാപ്യൂട്ടിക്സ് സൈഡിൽ അല്ലെങ്കിൽ അതിനൊരു അക്കാഡമിക് ആൻഡ് ആപ്ലിക്കേഷൻ ലെവലിൽ കണ്ട് ജനങ്ങളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിലായിരിക്കണം കൊണ്ടുപോകേണ്ടത്.
അപ്പോൾ ഈ പ്രോസസ്സിലൂടെ നമുക്ക് ജനങ്ങളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിലായിരിക്കണം കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഈ പ്രോസസ്സിലൂടെ നമുക്ക് ഒരു ലോകത്തിൻ്റെ ഗതിയെ തന്നെ, അവരുടെ ചിന്താഗതിയെ തന്നെ, അതുവഴി അവരുടെ പ്രവർത്തന മേഖല മാറുന്നതോടി അവരുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം എന്തായാലും ഒരു പക്ഷേ അവർ പുരോഗതിയിലേക്ക് വന്നേക്കാം. അങ്ങനെ ഓരോ കുടുംബങ്ങളുടെയും പുരോഗതി പ്രദേശത്തിൻ്റെയും നാടിൻ്റെയും ഒക്കെ പുരോഗതിയായി മാറും. എല്ലാം മനസ്സിൻ്റെ കളികളാണ്. മനസ്സ് സ്റ്റേബിൾ അല്ലെങ്കിൽ നമുക്ക് മറ്റെന്ത് കഴിവുകളുണ്ടെന്ന് പറഞ്ഞാലും അത് പ്രയോജനമില്ലാതെ പോയി. അപ്പോൾ മനസ്സിനെ സ്റ്റേബിളാക്കി നിർത്തുക എന്നുള്ളതാണ്. അതിനാൽ ഇതൊരു പവർഫുൾ ടൂളായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ എല്ലാവർക്കും സ്വാഗതം. കാണാം. താങ്ക് യു വെരി മച്ച്.